പിറന്ന മങ്കയായാലും മകം പിറന്ന പുരുഷനായാലും ശക്തി ഉണ്ടെന്നത് മകം നാള് ആയില്യം മകമാണെന്ന്. അപ്പം മകന്നാളിന് വളരെയേറെ പ്രാധാന്യം ഉണ്ടെന്ന് അർത്ഥം. മകന്നാളിന് അത് മഹാദേവക്ഷേത്രം പാർവതീദേവിക്ക് തന്നെയാണോ പ്രാധാന്യം എന്നർത്ഥം. അപ്പം പാർവതീദേവി എന്നുള്ളതായ ഒറ്റ ചൈതന്യം അല്ലെങ്കിൽ ഒറ്റ ശക്തി ശിവശക്തിയാ യുക്ത ഇതി ഭവതി ശക്ത പ്രഭവിതും. അപ്പോൾ പാർവതീദേവി തന്നെയാണ് സരസ്വതി ദേവിയായിട്ടും ഭദ്രകാളി ദേവിയായിട്ടും മറ്റുള്ളതായ ദേവീ ചൈതന്യങ്ങളായിട്ട് മാറുന്നത് എന്നർത്ഥം. പഞ്ചാസ്യം മഴുവാൻ വരാഭയകരം പൂഞ്ചായലിൽ ഗംഗയും തഞ്ചും സുന്ദരമൂർത്തിയായ സുതരുമായ കാരുണ്യവാരാശിയായി അഞ്ചിക്കുഞ്ചിരിശിക്കുമ ഗിരിജയെ തണ്ടങ്കമേറ്റും തലപ്പുഞ്ച ക്ഷേത്ര മഹേശം നൽകുവോരം സത്യം ശിവം സുന്ദരം. ഇതിന് ഇപ്പോഴത്തെ തന്ത്രിയുടെ അച്ഛനായ DV മണയത്താറ്റ് സ്കൂൾ മാസ്റ്ററായിരുന്നു, കവിയായിരുന്നു, അദ്ദേഹം എഴുതിയതാണത്. അപ്പോൾ ഏത് കാലാവസ്ഥകളെയും അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് തന്നിട്ടുണ്ടെന്നർത്ഥം. രാവിലെ എഴുന്നേൽക്കുക, വെളുപ്പിന് 3:30 ശേഷം ആരും കടന്നുറങ്ങരുതെന്നർത്ഥം. 3:30 മണി സമയം സരസ്വതീയാമത്തിൽ ഉണരുക. സരസ്വതീയാമത്തിൽ ഉണരുന്ന് നല്ല കുളത്തിൽ അല്ലെങ്കിൽ മുങ്ങി കുളിക്കാൻ സൗകര്യമുള്ളവർ മുങ്ങി കുളിക്കുക തന്നെ വേണം. മുങ്ങി കുളിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ എല്ലാ ദ്വാരങ്ങളിലേക്കും നവദ്വാരങ്ങളിലേക്കൂടിയും ജലം ഉള്ളിലേക്ക് പ്രഷറോടി കൂടി പോയി അതിൻ്റെ ചെളി മുഴുവൻ കഴുകി ശുദ്ധമാവുന്നർത്ഥം. അപ്പോൾ മനസ്സ് എന്തായിരിക്കണം? ആദ്യം വേണ്ടത് ശുദ്ധി പുറമേ അല്ല, മനസ്സിലാണ്. ശുദ്ധേ മനസ്സി മഹാദേവ സ്വയമേവ പ്രകാശത. ശുദ്ധമായ മനസ്സിൽ സ്വയം പ്രകാശിക്കുന്നതാണ് മഹാദേവൻ. സ്വയം പ്രകാശമാണ്. ശുദ്ധേ മനസ്സി ഗോവിന്ദ സ്വയമേവ പ്രകാശത. ശുദ്ധേ മനസ്സി ദേവി സ്വയം ഏവ പ്രകാശ. മനസ്സ് ശുദ്ധമല്ലെങ്കിൽ ഒരു രക്ഷയില്ല. മനസ്സെന്ന് സൃഷ്ടിക്കപ്പെടുന്നതാണ്, അത് ശുദ്ധമല്ലെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പോൾ എരുതരെ വരുന്നവർക്ക് തുരുതരെ വരം നൽകുന്നതായ ഒരു പരാതിയോ ഒരു പരിഭവമോ ഇല്ലാതെ തൊഴുന്നതായ ഒരു ക്ഷേത്രത്തിൽ നടന്നു വരുന്നതായ ദീപാരാധനകൾ നടന്നു വരികയാണ്. ഇനിയും മകം നാളായി. ഇനി 27-ാം തീയതി എന്ന് പറയുന്ന 41, 365 ദിവസത്തിൽ ഒരു 41 ദിവസം നടക്കുന്നതായ ഇത് വീണ്ടും തിരിച്ചു കിട്ടില്ല എന്നർത്ഥം. ഇനിയും അടുത്ത ഒരു വർഷത്തേക്ക് വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ആൾക്കാർ ചോദിക്കും, തിരുമേനി എന്താ ദീപാരാധന നടത്തിയാൽ ഒരു പ്രയോജനം എന്ന് വെച്ചാൽ എനിക്കും അറിയില്ല, മഹാദേവന് മാത്രമേ അറിയുള്ളൂ, ജീവനക്കാർക്കും ആർക്കും അറിയില്ല. പ്രയോജനം ഒരു പരാതിയില്ലാതെ പ്രാർത്ഥിക്കുന്നതായ ഓരോരുത്തരുടെ മനസ്സിലെ ചിന്തകളുണ്ടാവുള്ളൂ. എനിക്ക് ജോലി കിട്ടണം, എൻ്റെ കുട്ടികൾക്ക് വിദേശത്തേക്ക് പോകണം, എൻ്റെ മകളുടെ വിവാഹം കഴിക്കണം, വിദ്യാഭ്യാസപരമായി ജയിക്കണം, അതുപോലെ തന്നെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടണം, രോഗങ്ങളില്ലാതിരിക്കണം, ഇലക്ഷന് ജയിക്കണം, എന്തൊക്കെ വേണ്ടതായ മനസ്സിലുണ്ടതായ ചിന്ത, ഒരു പരാതിയില്ലാതെയുള്ള ചിന്തകൾക്ക് മുഴുവനും അനുഗ്രഹം നൽകുന്നതായ അപൂർവ ക്ഷേത്രം തന്നെയാണ്. ഇനി 27-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ പരമാവധി ദീപപ്രോജ്വലനം. നമുക്കറിയാം, ഒരു വിളക്കെങ്കിലും ഇവിടെ 5 തിരിയിട്ട്, ഒന്നുകിൽ കവറവിളക്ക്, അല്ലെങ്കിൽ അകത്തെ വിളക്ക്, അല്ലെങ്കിൽ പുറകിലത്തെ വിളക്ക്, അല്ലെങ്കിൽ പുറകിലത്തെ വിളക്ക് മുന്നോട്ട് ഏതെങ്കിലും ഒരു തുളി പഞ്ചമുഖമായിട്ട് കിഴക്കോട്ടും പടിഞ്ഞാറും തെക്കോട്ടും വടക്കോട്ടും ഈശകോണിലും തിരിയിട്ട് കത്തിക്കുമ്പോൾ ഈ ദേശത്തെ മുഴുവനും 8 ദിക്കുകളിലും ഭഗവാന്റെ ചൈതന്യം നിറയുമെന്നർത്ഥം. അപ്പം ചൈതന്യവറ്റാതിരിക്കുന്നതായ ക്ഷേത്രത്തിൻ്റെ വലുപ്പമോ ആൾക്കാരുടെ എണ്ണമോ അല്ല പ്രധാനം. ഒരാൾ മതി, ഡെഡിക്കേറ്റഡായിട്ട് ഒറ്റ ഒരാൾ മതി. ഞാൻ പേരൊന്നും പറയില്ല. തൊട്ടടുത്തതായ ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രം, തൊട്ടടുത്ത ക്ഷേത്രത്തിൻ്റെ പേരുകൾ ഒരൊറ്റ ആളുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഇതുകൊണ്ടാണ് ആ ക്ഷേത്രം ഇത്രയും വലിയ മുടിയേറ്റ് അടക്കം നടക്കുന്നത്. തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രം, അങ്ങനെയുള്ളതായ ക്ഷേത്രങ്ങളിൽ ഒരാൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉണ്ടെങ്കിൽ സംശയമൊന്നുമില്ല. ആത്മസമർപ്പണത്തിനോട് 1000 പേരൊന്നും വേണ്ട, 1 or 2 പേര് മതിയുണ്ട്. മാനസ സരസിൽ ഹംസങ്ങൾ എത്രയുണ്ട്? 1 or 2 ഉള്ളൂ മാനസ സരസിൽ. എന്നാലോ കുത്തിപ്പറിക്കാനായിരുന്നു പുറമേ നമ്മൾ വിതറുന്നതായ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. കാക്കാ ശബ്ദത്തോടു വരുന്നതായ കാകന്മാർ ധാരാളമുണ്ട്, കുത്തിപ്പറിച്ച് എച്ചിലടക്കം തിന്നുന്നതായ. പക്ഷേ നമ്മൾ കാകനും വർഷത്തിൽ ഒരു ദിവസം ബഹുമാനിക്കുന്നു എന്നർത്ഥം, നമ്മളുടെ പൂർവികരുടെ ശ്രാദ്ധത്തിന്. അപ്പോൾ കാക്കയ്ക്ക് പോലും ബഹുമാനം കൊടുക്കുന്നതായ ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അപ്പോൾ ഏത് പക്ഷികളെയും ഏത് പാമ്പിനെയും ഏത് ജീവികളെയും ഒരുപോലെ സ്നേഹിക്കുന്നതായ തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രം ഒരുപോലെ സ്നേഹിക്കുക. ഉറുമ്പ്, അവിടെ താഴെ ശാലം കൊടുത്തു. ഉറുമ്പിനും ഭൂമിയുടെ അവകാശികൾ ബഷീർ സാറിൻ്റെ കൃതികളിൽ പറയുന്നുണ്ട്. ഭൂമിയുടെ അവകാശികൾ നമ്മളല്ല, 8 കാലി അടക്കം നമ്മളെക്കാൾ മുമ്പ് തലമുറകളായിട്ട് പാമ്പാണെങ്കിൽ പുറ്റായിട്ട്
വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് താമസിക്കുന്നു. അതിനെ യാതൊരു കാരണവശാലും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചാരപഥങ്ങളെ നമ്മൾ ഒരിക്കലും തടസ്സപ്പെടുത്താനോ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ ചെയ്യാൻ പാടില്ലാതിരിക്കുന്ന അവസ്ഥയിൽ തുടരുമ്പോൾ 27-ാം തീയതി വരെ നടക്കുന്നതായ ദീപാരാധനയിൽ വൈകിട്ട് 6 മണിയോടുകൂടി നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക. വൈകിട്ട് 6 മണിയോടുകൂടി തന്നെ എത്തിച്ചേരുക. ചുറ്റുവിളക്കുകൾ കത്തിക്കുക. ആർക്കും വേണ്ടിയിട്ട് പറയണതല്ല എന്നർത്ഥം. അവനവൻ്റെ ഗൃഹത്തിനും അവനവൻ്റെ ജോലി സ്ഥലത്തിനും അവനവൻ്റെ കുടുംബാംഗങ്ങൾക്കും കെട്ടിച്ചു പിടിച്ച കുട്ടികൾക്കും ഇനിയും കെട്ടിച്ച് കൊണ്ടുവരാൻ വരാവുന്ന കുട്ടികൾക്കും ആണുങ്ങൾക്കും ഒക്കെ ആമയങ്ങളില്ലാതെ അസുഖങ്ങളില്ലാതെ മനസ്സമാധീതം സമാഹിത മനസ്സസ്മ. അപ്പോൾ മനസ്സമാധാനത്തോടുകൂടി ലളിത ജീവിതം നയിക്കാനാണ് ഇവിടുത്തെ അനുഗ്രഹം. ആ ജീവിതം നയിക്കാൻ അവസാനം അടുത്ത് വരുന്നു 41 മുമ്പായിക്കൊണ്ട് തന്നെ പരമാവധി സഹകരിക്കുക. ആർക്കും വേണ്ടിയിട്ടില്ല, സ്വന്തം അനുഭവം പങ്കുവയ്ക്കുമ്പോൾ. എന്താണ് ദീപാരാധന എന്ന് പറയുമ്പോൾ, ആരാധന എവിടെയാണ് നടക്കേണ്ടത്? ഈ കണ്ണാടി പോലെ നമ്മുടെ ഹൃദയത്തിൽ നടക്കട്ടെ, നമ്മുടെ ബുദ്ധിയിൽ നടക്കട്ടെ. ദീപാരാധന നടക്കുമ്പോൾ ആ ഒരേ കണ്ണാടി പോലെ ഉള്ളതായ ഒന്ന് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ. തന്ത്രി ഇവിടെ കലശപൂജയ്ക്ക് ഇരിക്കുമ്പോൾ ആൾക്കാർ ഇപ്പുറത്തല്ല ഇരിക്കേണ്ടതെന്ന് ചോദിക്കും. അല്ല, ഹൃദയഭാഗം എന്ന് പറയുമ്പോൾ പ്രതിബിംബ ഭാവമാണ് എന്നർത്ഥം. ഒരാളെ ഇങ്ങനെ പതിപ്പിച്ചിരുത്തി കഴിഞ്ഞാൽ, കിടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതാണ് ക്ഷേത്രം. തല, ഹൃദയം, പാദങ്ങൾ, കൈകൾ, അതുപോലെ തന്നെ പൊക്കിലിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ കൊടിമരവുമായി തവ ഉത്സവം കരിശേ എന്നുള്ള മന്ത്രത്താൽ തന്ത്രി കൊടിയേറ്റുള്ള അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ കുണ്ടലിനി സക്രിയ ഉയർത്തുന്നതായ കൊടിയേറ്റടക്കം കൊടിമര പ്രതിഷ്ഠ വരണം, ഉപദേവന്മാരെ പ്രതിഷ്ഠ വരണം. ഇതിനൊക്കെ ആയിക്കൊണ്ട് അത് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ദീപാരാധനയ്ക്ക് എല്ലാവരും വരുമ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. പരിഹാരപ്രിയകൾ ഭംഗിയായി നടക്കണം. ഉദയന്മാരുടെ പ്രതിഷ്ഠ നടക്കണം. മുറ്റത്ത് കല്ല് വിരിക്കണം. അതൊക്കെ ചിന്തിക്കൂ. ക്ഷേത്രത്തെ പറ്റി ചിന്തിക്കുമ്പോൾ, ക്ഷേത്രത്തിലെ പുനരുദ്ധാരണത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരടി മുന്നോട്ട് വച്ചാൽ 1000 അടി മഹാദേവൻ വരും. 16 വർഷങ്ങളായി. അതുപോലെ പ്രൈവറ്റ് അമ്പലങ്ങൾ ഇതിനു മുമ്പും 16 വർഷം കൂടുതൽ ശാന്തി കഴിച്ചാണ്. 17-18 വർഷം ചെയ്തില്ല. അവിടെ എല്ലാവിധ മലയുടെ മുകളിലും കൂടെ ആണെങ്കിൽ സാധാരണക്കാരെ കഷ്ടപ്പെട്ട എല്ലാവിധ അവർക്ക് വേണ്ടിയിട്ട് ഇന്നു വരെ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ക്ഷേത്രം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് മാത്രം ചിന്തിച്ച് അവിടെ വന്ന് എല്ലാവരും ഒരുമിച്ച് കൂടി പൂ പറിക്കാനും മുറ്റം ടൈലിടാനും അതുപോലെ തന്നെ കിണർ വൃത്തിയാക്കാനും ഒക്കെ സഹകരിച്ചപ്പോൾ എന്തായിത്തീർന്നു? ആ ദേശത്തെ മുഴുവനും ഒറ്റ ദേവത രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മലയുടെ മുകളിലായി എന്നൊന്നും പണ്ടൊന്നും വാഹന സൗകര്യമില്ല, ഇപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ തലപ്പുഞ്ച മഹാദേവത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ: ക്ഷേത്ര പുനരുദ്ധാരണം, കല്ല് വരിക്കണം, എല്ലാ കാര്യങ്ങളും നടക്കണം, ഉപദേവന്മാരെ പ്രതിഷ്ഠ വരണം. കൊടിമര പ്രതിഷ്ഠ ഉണ്ടായിരുന്ന ക്ഷേത്രം കൊടിമരം വരെ വരാവുന്ന അവസ്ഥയുണ്ട്. എല്ലാ ബിംബങ്ങളും ഇവിടെ കിടപ്പുണ്ട്. ശിവേലി ഉണ്ടായിരുന്ന ക്ഷേത്രമാണ്. ശിവേലിയുടെ അവശിഷ്ടങ്ങളെല്ലാം കിടക്കുന്നു. പീഠങ്ങൾ ഇവിടെ കിടക്കുന്നു. അതുപോലെ തന്നെ ബലിക്കല്ല്, വലിയ ബലിക്കല്ല് ഒക്കെ ഇവിടെയുണ്ട്. വലിയ ബലിക്കല്ല് അടക്കം ചുറ്റുമുള്ള പരിവാരങ്ങൾ പൊങ്ങി വരുന്നു, ഓരോന്നായിട്ട് പൊങ്ങി വരുന്നു എന്നർത്ഥം. ആ പരിവാര പ്രതിഷ്ഠ അടക്കമുള്ള ഒരു ക്ഷേത്രമായിരുന്നെങ്കിൽ അപ്പോൾ എത്ര വലിയ ഉത്സവമായിരുന്നിരിക്കണം ഇവിടെ. കാടിൻ്റെ ഒരു പ്രതീകമായതുകൊണ്ട് കിഴക്കോട്ട് പൊങ്ങി വരുന്നതുകൊണ്ട് കൊടിമരയില്ല എന്നുള്ളൂ. ബാക്കി എല്ലാം അവിടെ ഉണ്ട്. ഉപദേവന്മാരുടെ അവശേഷങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഏത് ക്ഷേത്രമായാലും പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് വേണ്ടിയല്ല, അവനവന് വേണ്ടിയല്ല. ആ ക്ഷേത്രം എങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നു? ഒരടി മുന്നോട്ട് വയ്ക്കുമ്പോൾ 1000 അടി മഹാദേവൻ. എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ മക്കൾക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, എനിക്കെല്ലാവരെയും അനുഗ്രഹിക്കാനുള്ള സാധനം, ശാന്തിക്കാരന് കാലുവേദനയോ ഒന്നുമില്ലാതെ കൊണ്ട് സുഖമായിട്ട് രീതിയിൽ ചെളിയൊന്നും പറ്റാതെ മുറ്റത്ത് കല്ല് വിരിച്ചുകൊണ്ട്. അതുപോലെ തന്നെ കല്ല് വിരിച്ച ക്ഷേത്രങ്ങളിൽ പൂവിൻ്റെ ആവശ്യമില്ല. നേദ്യം നേദ്യം എന്ന് പറഞ്ഞിട്ട് എടുത്ത് അവിടെ പൂ പോലും ഇടണ്ട. കല്ല് തന്ത്രിമാരോട് ആരോടും ചോദിച്ചാൽ അറിയാം. കല്ല് വിരിച്ചെടുത്ത് പൂ പോലും ഇടണ്ടെന്ന് അർത്ഥം. വെറുതെ ഒന്ന് തളിച്ചാൽ മാത്രം മതി. അത്രയേറെ ശുദ്ധമായിട്ടിരിക്കുന്നതാണ് കല്ല്. അതുകൊണ്ട് തന്നെ കല്ലിൽ എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും എന്തിനാ? കല്ലിലാണ് ചൈതന്യം നൽകുന്നത്. വേറെ കല്ലിൽ ക്ഷേത്രത്തിൽ നടക്കുന്നതായ ഇപ്പോഴത്തെ ഉത്സവങ്ങൾക്കും ഇവിടുത്തെ ചുറ്റും പുറം ഇവിടുത്തെ ശിഷ്യം ഇവിടെ തൊഴുതിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തരത്തും സുഗമമായ രീതിയിൽ തൊഴിൽ നടക്കുന്നു എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് വളരെ കുറച്ച് ദിവസങ്ങളിലുള്ളതായ ദീപാരാധനയിൽ ആർക്കും വേണ്ടിയിട്ടല്ല, സ്വയം ചിന്തിച്ച് തീരുമാനിച്ച് അടുത്ത വർഷം ഞാനുണ്ടോ എന്ന് എനിക്കൊരു ഉറപ്പില്ല. ഈ കേൾക്കുന്നവരുണ്ടോ എന്ന് അവനവന് ഉറപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അടുത്ത വർഷം ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് എനിക്ക് ഒരു ഉറപ്പില്ല. ആയുസിൻ്റെ ബലമുണ്ടെങ്കിൽ മഹാദേവൻ രക്ഷിക്കും. അപ്പം ഈ ഓരോ ദീപാരാധനയും അവസരവും നാളെ നമ്മൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കേൾക്കുന്നത് മുഴുവൻ 40-നും 55 വയസ്സിനും ഇടയ്ക്കുള്ള മഹാദേവനും ഒക്കെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാൻ അവിടെ പണിയെടുക്കാൻ ആൾക്കാർ വേണം.
പഴയ രീതിയിൽ 108 വയസ്സായെന്ന് പറയും. ഇപ്പം 40-നും 55 വയസ്സിനും ഇടയ്ക്കുള്ള ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു. ഈ പോകുന്ന വഴിക്ക് കുഴഞ്ഞു വീണ് മരിച്ചോട്ടെ, എനിക്ക് യാതൊരു സങ്കടമില്ല. ഇനിയൊരു ജന്മം ഉണ്ടാവുകയാണെങ്കിൽ തലപ്പുഞ്ഞ മഹാദേവനെ പൂജിക്കാനുള്ള അവസരം നൽകാൻ പ്രാർത്ഥിക്കുമ്പോൾ സങ്കടത്തോടുകൂടി ഒരു വിഭാഗത്തിൽ സങ്കടത്തോടെയും ഒരു വിഭാഗം സന്തോഷത്തോടെയും സങ്കടത്തോട് തന്നെ പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പുനരുദ്ധാരണങ്ങൾ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വരാൻ പോകുന്ന ദീപാരാധനകൾ പരമാവധി സ്വയം പ്രയോജനപ്പെടുത്തുക. ആർക്കും വേണ്ടിയിട്ട് ആത്മാനം ഉദ്ധരേ, ഗീത പറയുന്ന പോലെ ആത്മാനം ഉദ്ധരേ. വേണമെങ്കിൽ അവനവനെ തന്നെ ഉയർത്തിക്കൂടുക. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം എന്ന് പറയുമ്പോഴും, സർവത്ര മഹാദേവ എന്ന് പറയുമ്പോഴും, സർവത്ര ദേവി എന്നും വിളിക്കുമ്പോഴും ചെന്നെത്തിടുന്ന തലപ്പുഞ്ച മഹാദേവനിലേക്കാണ്. ഒറ്റ ചൈതന്യമുള്ളൂ. ഒറ്റ ചൈതന്യത്തിലേക്ക് എത്തിച്ചേരട്ടെ എല്ലാവരും. ഓം നമഃ ശിവായ.